നമസ്തേ, എൻ്റെ പേര് അശ്വിനി. ഞാൻ വരുന്നത് ആലങ്ങാട് എന്ന പ്രദേശത്ത് നിന്നാണ്. ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. എനിക്കിപ്പോൾ 17 വയസ്സുണ്ട്. പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്ന പ്രോബ്ലംസാണ് ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ വളർച്ചക്കുറവ്, അങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമേ തൊട്ട് എനിക്ക് പീരീഡ്സ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ എനിക്ക് പീരീഡ്സ് ഉണ്ടായില്ല. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ അടുത്തുള്ള ഡോക്ടറിനെ പോയി കണ്ട് ഞാൻ അവിടെ നിന്ന് കുറേ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ എനിക്ക് കുറേ ഹോർമോൺ കുറവുകളുണ്ടെന്നും എനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ വേറെ ഡോക്ടറിനെ കാണും. 1.5 കൊല്ലത്തോളം അവിടെ നിന്നും ഞാൻ കുറേ ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതിന് ഒരുപാടധികം കാശുകളായിട്ടുണ്ടായിരുന്നു. വേറെ മരുന്നുകളൊക്കെ തന്നിരുന്നെങ്കിലും അതുകൊണ്ട് എനിക്ക് കാര്യമായ ഇങ്ങനെ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ശാരീരികമായ ഇങ്ങനെ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോർമോൺസുകളിലും എനിക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും പോകുമ്പോഴും കുറേ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കും. കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി വീണ്ടും വീണ്ടും കുറേ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കും. എന്നല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പൈസ അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാൻ അതിന് ശേഷം പിന്നീട് ലാസ്റ്റ് പോയ സമയത്തും അവർ ഒരു ടെസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നല്ലാതെ എനിക്ക് വേറെ കാര്യമായിട്ടുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറയാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ കസിൻ ചേച്ചി വഴി ഗുരുജിനെ പറ്റിയും ബിന്ദുസമർഗ മെഡിറ്റേഷനും പിന്നെ ധ്യാനത്തെ പറ്റിയുമൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗുരുജി എന്നോട് അവിടെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി 3 മാസങ്ങൾക്ക് മുമ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വയസ്സംബന്ധമായ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഈ 17 വർഷമായിട്ട് ഉണ്ടാവാണ്ടിരുന്ന പീരീഡ്സ് ഉണ്ടാവാണ്ടിരുന്നതും, പിന്നെ ആരോഗ്യക്കുറവ്, ശരീരത്തിൽ വണ്ണമില്ലായ്മ, പൊക്കമില്ലായ്മ, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് സത്യത്തിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വണ്ണക്കുറവ് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണെന്നും അതിൻ്റെ ഇതാണെന്നൊക്കെ കുറേ ആളുകൾ അഡ്വൈസൊക്കെ തരും. പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 2 ആഴ്ചയോളം ഞാൻ ബിന്ദുസമർഗ മെഡിറ്റേഷനിലൂടെ എൻ്റെ വയസ്സംബന്ധമായ പ്രശ്നങ്ങളും കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് എനിക്ക് മുക്തി നേടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഗുരുജിയിൽ വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. ബിന്ദുസമർഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 1000-ലധികം നല്ലവരുടെ വേരുകളിലാണ് നമ്മൾ ഈ BSM മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഓരോ മനുഷ്യനും ഓരോ നാഡീഞരമ്പുകളും വ്യത്യാസമായിട്ടാണ് ഉള്ളത്. ഈ നാഡീഞരമ്പുകൾ സംഭവിക്കുന്ന വീക്ക് കാരണം കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഗുരുസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുജി നമ്മുടെ അടുത്ത് വന്നിരുന്നാണ് ഈ BSM മെത്തേഡ് ചെയ്തിരുന്നത്. നമുക്ക് ഗുരുജിയോട് എന്ത് വേണം തുറന്ന് സംസാരിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഗുരുജിയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഗുരുജി എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. BSMത്തിന് പുറമേ നമുക്ക് മെഡിറ്റേഷൻസ് കൂടാതെ മെഡിറ്റേഷനും ചെയ്യാറുണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പലതരം മെഡിറ്റേഷനുകളുണ്ട്. പവനമുത്താസന, തദാസന, അങ്ങനെയൊക്കെ. പവനമുത്താസനം ചെയ്യുന്നവരെ നമുക്ക് ഹൈറ്റ് കൂടാനൊക്കെ അത് നല്ലതാണെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കുറേ തരത്തിലുള്ള യോഗ ചെയ്യുന്നുണ്ട്. വ്യായാമങ്ങളും കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരാനും നല്ല പീസുമായിട്ട് ഇരിക്കാനും പറ്റുന്നതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല പീസാണ് നമുക്ക് ലഭിക്കുക. അവിടെ ചെന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. അത്ര കാം ആൻഡ് പീസാണ് അവിടെ ഇരിക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും അവിടെ പോകാൻ ഒരവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പരമാവധി അവിടെ ചെല്ലുക. പിന്നെ എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ, എനിക്ക് പീരീഡ്സ് ഇല്ലായ്മയിൽ നിന്നും ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ്ലി അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് BSM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ ഇത്രയും ഉണ്ടാവാത്ത ശാരീരിക മാറ്റങ്ങളൊക്കെ എനിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ
ബോഡിയിൽ അങ്ങനെ കാര്യമുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം ചെന്നിരുന്ന സമയത്ത് നിന്നും ഇപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് ഗുരുജി പറഞ്ഞിട്ടുണ്ട്, എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ നിന്നും കുറച്ചധികം മാറ്റങ്ങൾ എനിക്കിപ്പോൾ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിമ്പിൾസ്, പിന്നെ ഹെയർ ഗ്രോത്ത്സ്, പിന്നെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുക, അതൊക്കെ എനിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടാണ്. പണ്ട് എനിക്ക് മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഇത് വെറും 2 മാസത്തോളം മാത്രം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇത്രയും ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം എനിക്ക് ഗുരുജിയോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ വന്ന് ഇതിൽ പങ്കുചേരാം. നിങ്ങൾക്ക് ഗുരുജിയോട് എന്ത് വേണം തുറന്ന് പറയാം. ഒരു മടിയും കാണിക്കരുത്.